നമസ്കാരം എല്ലാവർക്കും ജയൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ആം ഡോക്ടർ ജുനൈൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെൽത്തി വെയ്റ്റ് റിഡക്ഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ ഓരോ വ്യക്തികൾക്കും എടുക്കേണ്ട കലോറിയുടെ അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കലോറി എത്രയാണെന്ന് കണ്ടെത്താൻ എന്താണ് മാർഗം, അതിനെക്കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഓൺലൈൻ യോഗ ക്ലാസ് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ്. സമയം രാവിലെ 6 മണി മുതൽ 7 മണി വരെ. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ വെറും 600 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക്. അതുപോലെ ആദ്യം ജോയിൻ ചെയ്യുന്ന 20 പേർക്ക് മാത്രമായിരിക്കും അവസരം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്വിക്ക് വെയ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഹെൽത്തി വെയ്റ്റ് റിഡക്ഷൻ അല്ല. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയവും, വെയ്റ്റ് റിഡക്ഷൻ വേണ്ടി ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയവും ആരോഗ്യപരമായ രീതിയിൽ ചിട്ടയോടെ ജീവിതശൈലികൾ മാറ്റി വെയ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മെത്തഡുകൾ മാത്രമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പൊതുവെ നമ്മളൊക്കെ വെയ്റ്റ് റിഡക്ഷന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെ എപ്പോൾ കഴിക്കണം, എങ്ങനെ എപ്പോൾ കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു വിഷയം. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് ബിഞ്ച് ഈറ്റിംഗ് എന്താണ് എന്നതാണ്. അപ്പോൾ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ, അത് പൊതുവെ എന്താണ്, നമ്മൾ സാധാരണ 3 നേരം ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫാസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും, ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയറുള്ള ആളുകൾ ഇതിൻ്റെ ഇടയ്ക്കും ചെറിയ ചെറിയ ആഹാരങ്ങൾ, സ്നാക്സുകളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. പൊതുവെ നമ്മളിത് കാണുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ശരീരഭാരം കൂടാനും അല്ലെങ്കിൽ ശരീരഭാരം തീരെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ വരാനൊക്കെ കാരണമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിഹേവിയറാണ് ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, നമ്മൾ ഒരു സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കലോറി ചെറിയൊരു അളവ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിരുന്നാൽ പോലും ഈ ഒരു ബിഹേവിയർ കാരണം നമ്മുടെ ഹോർമോണിൽ വളരെ വലിയൊരു വ്യതിയാനം സംഭവിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹോർമോണായിരിക്കും ഇൻസുലിൻ എന്ന് പറയുന്നത്. പ്രമേഹ രോഗികളിൽ പ്രവർത്തിക്കാതിരിക്കുകയും അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ അധിക അളവിൽ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഹോർമോണാണ്. പക്ഷേ അത് അമിതമായി ഉൽപ്പാദിപ്പിച്ചാലും പ്രശ്നമുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ഈ ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയറുള്ള ആളുകളിൽ സംഭവിക്കുന്നത്. ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയറുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ അളവിൽ കലോറി രക്തത്തിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് എല്ലാ സമയത്തും കൂടിയ അളവിൽ നിലനിർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിലനിർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി യൂട്ടിലൈസേഷന് ഇൻസുലിൻ സഹായിക്കുമെങ്കിൽ പോലും ഒരുപാട് നേരം ഇത് രക്തത്തിൽ അമിതമായി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു ഫങ്ഷനാണ് നമ്മുടെ ശരീരത്തിൽ അഡിപ്പോസ് ടിഷ്യൂകളെ സ്റ്റോർ ചെയ്യുക. അതായത് ഒരു തരത്തിലുള്ള ലിപ്പിഡാക്കിയിട്ട് അത് ശരീരത്തിൽ പല ഭാഗത്തായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ഫങ്ഷൻ കൂടി ഈ ഇൻസുലിനുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ടുള്ള സ്കിന്നടിയിലുള്ള കൊഴുപ്പില്ലേ, ഈ കൊഴുപ്പുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ്റെ അളവ് സ്ഥിരമായി രക്തത്തിൽ അളവ് കൂടുതലായി നിർത്താൻ ഈ ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് വളരെ വലിയൊരു വില്ലനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പ്രശ്നക്കാരനാണ്. അത് തീർച്ചയായും മാറ്റിയെടുക്കണം. തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. കാരണം അവർക്ക് നല്ല ക്രേവിങ്സ് ഉണ്ടായിരിക്കും, വീണ്ടും ആ ശീലത്തിലേക്ക് പോകാനെല്ലാം സാധ്യതയുണ്ട്. എന്നാൽ സ്ഥിരമായ പ്രയത്നത്തിലൂടെ തീർച്ചയായും സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അങ്ങനെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കണം, അത് ഫിക്സ്ഡ് ആയ സമയത്ത് ഭക്ഷണം കഴിക്കാം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ അത് ശരീരത്തിനൊരു ഹാബിറ്റായി മാറും. അങ്ങനെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല വിശപ്പുണ്ടാവും, നല്ല രീതിയിൽ ആഹാരത്തെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഹാരം കഴിക്കുമ്പോൾ 2 മീലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അതൊരു മിനിമം 4 മണിക്കൂറെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിക്ക് കഴിച്ചതെങ്കിൽ ലഞ്ച് നിങ്ങളൊരു 1 മണിക്ക് കഴിക്കുക, ഡിന്നർ അതുപോലെ ഒരു 7 മണിക്ക് കഴിക്കുക. അങ്ങനെ മിനിമം ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയറിൽ കണ്ടതുപോലെ എല്ലാ സമയവും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ആ ഒരു രീതി മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനവും ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ നിയന്ത്രിക്കാൻ ശരീരത്തിന് സാധിക്കുന്നതായിരിക്കും. അപ്പം
ഈ ഒരു ജീവിതശൈലി, അതായത് ഈ ഒരു ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ബിഞ്ച് ഈറ്റിംഗ് ഒഴിവാക്കുക, അതുപോലെ ഫിക്സ്ഡ് ആയ സമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ ഓരോ മീലുകൾക്കിടയിൽ മിനിമം 4 മണിക്കൂർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തതായി നമ്മൾ മാറ്റേണ്ട വളരെ പ്രധാനപ്പെട്ട ബിഹേവിയറാണ് ലേറ്റ് ആയിട്ട് ഡിന്നർ കഴിക്കുക, അതുപോലെ ഹെവി ആയിട്ട് ഡിന്നർ കഴിക്കുക എന്നുള്ളത്. ഈ ഒരു ശീലം പൊതുവെ ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പൊതുവെ നമ്മൾ ഒരു 10 മണിയോ 11 മണിക്കോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഉറങ്ങും. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡൈജസ്റ്റീവ് പ്രക്രിയ അതുപോലെ നമ്മുടെ കുടലിൻ്റെ ചലനങ്ങളെല്ലാം വളരെ പതിയായിരിക്കും. അങ്ങനെ പതിയെ സംഭവിക്കുന്ന ഈ ഒരു പ്രക്രിയയിൽ നമ്മുടെ കുടലിലും ആമാശയത്തിലും ഒരുപാട് നേരം ഭക്ഷണം തങ്ങി നിൽക്കാനും ഒരുപാട് ഷുഗറുകളും അതുപോലെ ഗ്ലൂക്കോസുകളും എല്ലാം ആഗിരണം ചെയ്തുകൊണ്ടിരിക്കാനും അത് കാരണമാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനത്തിന് ഇത് വീണ്ടും കാരണമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴും, രാത്രി ഒരുപാട് ഭക്ഷണം കഴിച്ച് ലോഡായി കഴിക്കുമ്പോഴും ഇതിൻ്റെ ഈ ഒരു പ്രശ്നം കുറച്ചുകൂടി അഗ്രിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ശീലം നമ്മൾ തീർച്ചയായും മാറ്റണം. നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫാറ്റിൻ്റെ അളവ് കുമിഞ്ഞു കൂടാനൊക്കെ ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈറ്റ് സ്ലോലി ആൻഡ് കോൺഷ്യസ്ലി. ഭക്ഷണം സാവകാശവും ശ്രദ്ധയോടുകൂടിയും കഴിക്കുക. നമ്മുടെ ആമാശയം നിറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഹോർമോണിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. എന്നാൽ ഈ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ വേഗത എല്ലാ വ്യക്തികളിലും വ്യത്യാസപ്പെട്ടിരിക്കും. അമിതവണ്ണമുള്ള ആളുകളിൽ പൊതുവെ ഈ ഹോർമോണിൻ്റെ വേഗത കുറവായിരിക്കും. അങ്ങനെ ഇരിക്കെ നമ്മൾ പൊതുവെ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് ശീലിക്കുന്ന ആളുകളാണെങ്കിലോ അങ്ങനെ ശീലിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയം നിറഞ്ഞു നമുക്ക് അറിയാൻ പറ്റില്ല, അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് പോകും. അമിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമിതമായി കലോറി ശരീരത്തിലേക്ക് വരും. അതുപോലെ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ എപ്പോഴും ഉയർന്നിരിക്കും. അങ്ങനെയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ ഫാറ്റുകൾ അടഞ്ഞുകൂടാനും അതുപോലെ വെയിറ്റ് റിഡക്ഷന് അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സാവകാശം ഭക്ഷണം കഴിക്കുക, ചവച്ചരച്ച് സ്ലോ ആയിട്ട് സമയമെടുത്തുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക. അതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് കൊടുക്കുക. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയി ഭക്ഷണം കഴിക്കാതെ ഒരു നിശ്ചിത അളവിൽ കഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമ്മുടെ വയറ് ഫുള്ളായൊരു ഫീലിംഗ് കിട്ടും. അത് അങ്ങനെ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹോർമോൺ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ അതിൻ്റെ വേഗത കുറയുന്നത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാത്തതിരുന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞതെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോൺഷ്യസോടുകൂടി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ള വസ്തുക്കളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ, അതായത് TV, മൊബൈൽ ഫോണൊക്കെ നോക്കി നമ്മൾ ഭക്ഷണം കഴിച്ച് ശീലമുള്ളവരാണെങ്കിൽ ആ ശീലം മാറ്റിയെടുക്കൽ നിർബന്ധമാണ്. കാരണം നമ്മൾ പൊതുവെ മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ആസ്വദിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കഴിക്കുന്ന ആ പ്രക്രിയയുടെ വേഗത എത്രയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഒരു ബാഡ് ബിഹേവിയേഴ്സാണ്. അതെല്ലാം മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ലെവലെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തേത് ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ മാറ്റിയെടുക്കണമെന്നും, ഫിക്സ്ഡായ ടൈം ഇൻ്റർവെല്ലിൽ ഭക്ഷണം കഴിക്കണമെന്നും, എല്ലാ മീൽസിനിടയ്ക്കും മിനിമം 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണമെന്നും, അതോടൊപ്പം രണ്ടാമത് പറഞ്ഞതായിരുന്നു ലേറ്റായി ഡിന്നർ കഴിക്കരുതെന്നും, അതുപോലെ ഓവറായിട്ട് വളരെ അമിതമായി ഡിന്നർ കഴിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമായി നമ്മൾ പറഞ്ഞ കാര്യമാണ് വളരെ സാവകാശം ശ്രദ്ധയോടുകൂടി ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 3 കാര്യങ്ങൾ, ഈ 3 ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ടതാണ് വെയിറ്റ് റിഡക്ഷന് വേണ്ടി മാത്രമല്ല, ആരോഗ്യപരമായ രീതിയിൽ നമ്മളുടെ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഹെൽത്തി വെയിറ്റ് റിഡക്ഷനെ കുറിച്ചിട്ടുള്ള സീരീസിൽ ഇനിയും വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ തുടർന്നും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ല കണ്ടൻറ്റുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.